സസ്യാഹാരമാണ് നല്ലത് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആനയെ നോക്കാം, ആന പവർഫുൾ ആയിട്ടുള്ള ജീവിയല്ലേ, അത് സസ്യാഹാരം മാത്രമേ കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ അത് എവിടെ നിന്നിട്ടാണ് ഇത് പറയുന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചോദിക്കുന്നത്. ഇന്ത്യയിൽ നിന്നിട്ടാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു പോയിന്റ്. ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ആർഷഭാരത സംസ്കാരം ഈസ് വെജിറ്റേറിയൻ എന്നാണ്. ഇന്ത്യയിൽ വെജിറ്റേറിയനാണ് ഇന്ത്യയിലുള്ളത്. ഇവിടെ കുറേ ആൾക്കാർ ബീഫ് കഴിക്കുന്നതാണ്. അപ്പോൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം, ഇന്ത്യയിൽ എത്ര ആൾക്കാർ മാംസം കഴിക്കുന്നവരാണ്. 70 to 80% ആൾക്കാർ മാംസം കഴിക്കുന്നവരാണ് ഇന്ത്യയിൽ. 80% ആൾക്കാർ മാംസം കഴിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ബാക്കി 20% മുട്ട കഴിക്കുന്നവരുണ്ടാവും. അതെ, ബാക്കി 20% മുട്ടയും കഴിക്കുന്നവർ കഴിഞ്ഞ് തുലവും തുച്ഛം ആൾക്കാർ മാത്രമാണ് ഈ മനോഹരം എന്ന് വിളിക്കുന്ന, എല്ലാം കൊണ്ടും എന്താ പറയുക, ഗാംഭീര്യമുള്ളതെന്ന് വിളിക്കുന്ന ഈ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ പാരമ്പര്യം വെജിറ്റേറിയനാണ്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിന് താല്പര്യം വെജിറ്റേറിയനാണ് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്തായിരിക്കും? പണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് മോദി പ്രസംഗിച്ചിട്ടുണ്ട്, ഈ വെജിറ്റേറിയനാണ് നമ്മുടെ സംഗതി, അതിന് മേലെ കൂടി നമ്മുടെ അഭിമാനത്തിന് മേലെ മറ്റേത് കയറി വരികയാണ്. അപ്പോൾ 80% പേര് കഴിച്ചുകൊണ്ടിരിക്കുക, 80% വോട്ട് മേടിച്ചിട്ട് വേണം ജയിക്കാൻ. അപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഇല്ലാതിരിക്കുക ആണോ ഒന്നാമത്തെ കാര്യം, ഇല്ലാത്തതാണോ പ്രശ്നം? അതോ ഞങ്ങൾ 20% വരുന്ന ആൾക്കാർ, 20% എന്ന് വെച്ചാൽ എല്ലാവരും ഹിന്ദുക്കൾ പോലും അല്ല, നോക്കണം, ഹിന്ദു വിഭാഗത്തിൽ, ഹിന്ദു ആണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ മെജോറിറ്റി കമ്മ്യൂണിറ്റി, ആ വിഭാഗത്തിൽ തന്നെ ഞങ്ങൾ ബ്രാഹ്മിൺസിൻ്റെതാണ് എന്ത് വെജിറ്റേറിയൻ. ബാക്കിയുള്ളവർ ബഹുഭൂരിപക്ഷം ഇന്ത്യയിൽ എന്ത് കഴിക്കുന്നു? മാംസം കഴിക്കുന്നവരാണ്, മീനും ബീഫും ഒക്കെ കഴിക്കുന്നവരാണ് ഇന്ത്യയിലുള്ളവർ. അവരൊന്നും പോരാ, ഞങ്ങൾ എലൈറ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. ജാതീയമായി ഞങ്ങളുടെ ഫുഡാണ് ടോപ്പ്. അതിപ്പോൾ നിങ്ങൾ പറയും ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ബീഫ് അങ്ങനെയല്ല കാണുന്നത്, അത് കഴിക്കാത്ത അല്ലാത്തവരുണ്ട്. ഈ പറഞ്ഞ ഇവരുടെ ഈ ഹിന്ദു സമുദായത്തിനെ ജാതിക്രമം വെച്ച് താഴെ എന്ന് പറയപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെയും കഴിക്കുന്ന മോശം ഫുഡാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് കഴിക്കുമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അപ്പോൾ പഴയ കാലത്തിൽ നിന്ന് ഞാൻ മുന്നോട്ട് വന്നപ്പോൾ ഞാൻ കുറേ അപ്ഡേറ്റഡ് ആയി എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? പൊതുവേ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്, ബാക്കിയെല്ലാം മോശമാണ് എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പിന്നെ പുതിയ കാലം കുറച്ചുകൂടെ മുന്നോട്ട് വരും. നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്, ആൾക്കാരെല്ലാം ഭക്ഷണത്തെക്കുറിച്ച് ഭയങ്കരമായി ധാരണയുള്ളവരാണ്. എന്ത് കഴിച്ചാലാണ് പ്രശ്നം? ഷുഗർ കട്ട് എന്ന് പറയുന്നത്, വിത്തൗട്ട് ഷുഗർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ്. അപ്പോൾ ആളുകൾ ആരോഗ്യത്തെക്കുറിച്ച് അത്രയും കൺസേൺ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ജിമ്മിൽ കുഴഞ്ഞ് വീണ് മരിക്കുന്നതൊക്കെ ആളുകൾ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്. അപ്പോൾ പണ്ടൊക്കെ ഒരു പ്രായം കഴിഞ്ഞാലാണ് പഞ്ചസാര ഇടാതെ ചായ കുടിക്കുക. ഇപ്പോൾ അങ്ങനെ ചെറുപ്പക്കാർ പോലും പഞ്ചസാര ഒഴിവാക്കണം. കാരണം ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവർക്കും കൺസേൺ ഉണ്ട്. എല്ലാവരും ഒന്നുകിൽ ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നു, ഡയറ്റീഷ്യനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചാറ്റ് ജിപിയോട് സംസാരിക്കുന്നു, ഗൂഗിൾ ചെയ്യുന്നു, ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പഴയടം മോഹൻ നമ്പൂതിരി വന്ന് ഒരു 2 പ്ലേറ്റ് ചോറും സാമ്പാറും പിന്നെ അവസാനം ഒരു 2 തരം പായസവും ബോളിയൊക്കെ കുഴച്ച് കഴിച്ചാൽ സൂപ്പറാണ് എന്ന് പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ അടിച്ച് കയറ്റണം, അല്ലാതെ ഈ ചിക്കൻ പോലുള്ള പ്രോട്ടീൻ അത് അടുപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ലേ? അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ആ നിലയ്ക്കുള്ള സഹതാപമാണ് തോന്നുന്നത്. ആളുകൾക്ക് നല്ല ധാരണയുണ്ട് എന്താണ്, ആളുകൾ ചോറ് കുറയ്ക്കാമെന്ന്. പണ്ടൊക്കെ മലയാളികൾ ഉച്ചയ്ക്കും രാത്രിയും ചോറാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ രാത്രി ചോറ് കഴിക്കുന്നതിനുള്ള എണ്ണം ഇല്ല, ആൾക്കാർ പരമാവധി കുറച്ചു. ഇതിന് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അരിയുടെ വിൽപ്പന കുറയുന്നു കേരളത്തിൽ. പഞ്ചസാരയുടെ വിൽപ്പന കുറയുന്നു കേരളത്തിൽ. ദീപാവലിക്ക് പോലും സ്വീറ്റ്സിൻ്റെ വിൽപ്പന കുറയുന്നു. ആളുകൾ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള നാടുകളിലൊന്നാണ് ഇന്ത്യ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. അത് ഈ പറയുന്ന അറേബ്യൻ ഫുഡ് വരുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പ്രമേഹത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ഖ്യാതി എന്ന് പറയുന്ന സംഗതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലേ മാറി, സെഡൻഡറി ലൈഫ് സ്റ്റൈലിലൂടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോയിക്കൊണ്ടിരുന്നത്. പഴയ അധ്വാനത്തിൻ്റെ കാലമൊക്കെ പോയി മനുഷ്യന്മാരെല്ലാവരും ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ചോറും കറിയെല്ലാം. അതും കഴിക്കണം, ഒഴിവാക്കേണ്ടതൊന്നുമല്ല. അതും കാർബും കുറച്ചില്ലെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. പക്ഷെ അതുമാത്രമാണ് മനോഹരം എന്ന് വിളിക്കുന്നത് ഒരുതരം ജാതീയമായ മേൽക്കോയ്മവാദമാണ്. കാരണം ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും മീറ്റ് കഴിക്കുന്നവരാണ്, മത്സ്യം കഴിക്കുന്നവരാണ്, എഗ്ഗ് കഴിക്കുന്നവരാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ സംസാരിക്കുന്നതിനെക്കുറിച്ചൊക്കെ വർത്തമാനം പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് അദ്ദേഹം പ്രിയദർശൻ്റെ സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഈ സംവരണത്തിൻ്റെ പ്രശ്നങ്ങൾ, പണ്ടും എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, സംവരണം കിട്ടുന്ന സമുദായത്തിലേക്ക് മാറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആകപ്പാടെ കാര്യങ്ങളൊക്കെ മാറിയില്ലേ, ഇനിയും വേണോ ഈ സംവരണം എന്ന് ചോദിക്കുകയാണ്. ഇതേ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്. അതായത് ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു വാചകം പോലെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി. ഏത് കാര്യമാണ് മാറിയത് ഇവിടെ? അപ്പോൾ ഇവിടെ ദളിത് സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെല്ലാം എല്ലായിടത്തും തുല്യം വന്നോ? ജോലി സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും പട്ടാളത്തിലും എല്ലാ വിഭാഗം ആളുകൾക്കും അവരവരുടെ സ്ട്രെങ്തിനനുസരിച്ചുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടിയോ? ഏത് ഡാറ്റ വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം മാറിയെന്ന് പറയുന്നത്? കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു, ആളുകളുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. കാഴ്ചപ്പാടിനെ വെച്ച് ഡാറ്റ മാറിയിട്ടില്ല, കണക്കുകൾ മാറിയിട്ടില്ല. മാറാത്തിടത്തോളം കാലം എല്ലാം മാറി. ഇനിയിപ്പോൾ സംവരണം എടുത്ത് ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത്
അപ്പോൾ അദ്ദേഹത്തിൻ്റെ നരേന്ദ്രമോദി പ്രസംഗിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നരേന്ദ്രമോദി ഇന്ത്യയിൽ 70% ആൾക്കാരും മീറ്റ് കഴിക്കുമ്പോഴും മോദി പറയുന്നത് സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അപ്പർ ക്ലാസ്സിന് വേണ്ടിയാണ്, മീറ്റ് കഴിക്കാത്ത മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്. ആത്യന്തികമായി ഇവരുടെ രാഷ്ട്രീയം സംസാരിക്കുന്നത് അതിനകത്ത് തന്നെയുള്ള ഏത് ക്ലാസ്സിന് വേണ്ടിയാണ് എന്ന് നമ്മളെ ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തും. ഇത് ആ നരേന്ദ്രമോദിയിൽ തുടങ്ങി ഏറ്റവും അവസാനം ഇതായി ഇപ്പോൾ പഴയ മോഹൻ നമ്പൂതിരി. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് രാഷ്ട്രീയമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ 70 മുതൽ 80% ആൾക്കാർ കഴിക്കുന്ന മീറ്റിനെ തള്ളിപ്പറയാൻ ഒരു പഴയ മോഹൻ നമ്പൂതിരി വരേണ്ടതില്ല. അത് കാരണം 80% ആൾക്കാർ കഴിക്കുന്നതാണ്. അതിനെ തള്ളി പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് കഴിക്കുന്ന മാത്രം ഉദാത്തമായ ഭക്ഷണം എന്നുള്ള സർട്ടിഫിക്കേഷൻ ഒന്നും ആരും തരേണ്ടതില്ല. എത്ര എന്താണ് കലോത്സവത്തിന് ഫുഡ് ഉണ്ടാക്കിയ ആളായാലും അദ്ദേഹം നന്നായി ഫുഡ് ഉണ്ടാക്കി, ഞാനും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ. പക്ഷേ ഇതിനെ മറ്റേത് കുഴപ്പമാണ്, ഇതാണ് നല്ലത് എന്ന് സർട്ടിഫിക്കേഷൻ വേണ്ട. നമ്മളും പത്രം വായിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഈ സംവരണത്തിനായിട്ടുള്ള കരച്ചിൽ അത് എത്രയോ കാലമായി ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. കരച്ചിൽ തുടരുക എന്നുള്ളതല്ല, നിലവിൽ ഇപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് തോന്നുന്നു.